ബീഹാർ ഇലക്ഷനിൽ ബി ജെ പി പ്രതിസന്ധിയിലാണെന്നാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ബ്ലോക്കിൽ നിന്നും ഒരാൾ വരികയാണ്. അതായത് നരേന്ദ്രമോദിയെ എല്ലാ കാലത്തും സഹായിക്കുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്ന ഒരാൾ ഇപ്പോൾ ബീഹാറിൽ ഞാൻ വരാൻ പോവുകയാണ്, വേണ്ടി വന്നാൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ മത്സരിക്കും എന്ന് പറയുകയാണ്. അത് മറ്റാരുമല്ല, അത് അസസുദ്ദീൻ ഒവൈസിയാണ്. ബീഹാറിൽ BJPയെ സഹായിക്കുന്നുവെന്ന ആരോപണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച AIMIM മേധാവി അസസുദ്ദീൻ ഒവൈസി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ സംസ്ഥാനത്ത് 6 സീറ്റുകളിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ പാർട്ടി ഇന്ത്യ ബ്ലോക്കിൽ ചേരുമെന്ന് ബുധനാഴ്ച പറഞ്ഞിരിക്കുകയാണ്. 3-2 മുസ്ലിം ജനസംഖ്യയുള്ള വടക്കൻ ബീഹാർ ജില്ലയായിട്ടുള്ള കിഷൻജംഗിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഈ ഹൈദരാബാദ് MP. 3 ദിവസത്തെ സീമാഞ്ചൽ ന്യായ് യാത്ര ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രധാനമന്ത്രിക്ക് ഇതൊരു വലിയ ബൂസ്റ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എൻ്റെ പാർട്ടിയുടെ ബീഹാർ യൂണിറ്റ് മേധാവി സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന് നിരവധി കത്തുകൾ എഴുതിയിട്ടുണ്ട്. 243 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ AIMIMന് 6 സീറ്റുകൾ നൽകണമെന്ന് അവസാന കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും ഒവൈസി ഇപ്പോൾ പറയുന്നു. പന്ത് ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ കോർട്ടിലാണ്. BJPയെ സഹായിച്ചുവെന്ന ആരോപണം നേരിടാതിരിക്കാനാണ് ഞങ്ങൾ ഈ നീക്കം നടത്തിയത്. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ പ്രതികരണം ലഭിക്കാത്തത് ആരാണ് യഥാർത്ഥത്തിൽ കാവി പാർട്ടിയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIMIM 20 സീറ്റുകളിൽ മത്സരിക്കുകയും അതിൽ 5 എണ്ണം നേടുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഗണ്യമായ ജനസംഖ്യയുള്ള സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം വോട്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് മഹാസഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കാത്തതിന് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.